Good afternoon. Good afternoon. Okay. അപ്പോ ടെസ്റ്റ് പേപ്പറിന് എല്ലാവരും പഠിച്ചിട്ടുണ്ടോ? 2 ചാപ്റ്റർ. റിപ്ലൈ ഒന്നും അടിക്കാത്തെ? യെസ്. അഭിരാമി ലിച്ചു ഉള്ളാണ് അടിച്ചത്. ഓക്കെ, നമുക്ക് ആദ്യം ഈ ചാപ്റ്റർ 21, 22 നിങ്ങളുടെ പ്രിന്റ് നോട്ടിൽ ചിലപ്പോൾ 22 എന്നായിരിക്കും കിടക്കുന്നത്. എന്തായാലും ചാപ്റ്ററിന്റെ നമ്പർ നിങ്ങൾ നോക്കണ്ട. ചാപ്റ്റർ അടുത്ത് നെക്സ്റ്റ് നമ്മൾ എടുക്കുന്ന റേഡിയോളജി ആണ്. റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസ്. നമുക്ക് ചാപ്റ്ററിന്റെ കുറച്ചെടുത്തതിന് ശേഷം നമുക്ക് ടെസ്റ്റ് പേപ്പർ ഇടാം കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇന്നത്തേക്ക് നാളത്തേക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല തരാനായിട്ട്. അതുകൊണ്ട് ചാപ്റ്റർ കുറച്ചെടുക്കാം. നമുക്കൊന്ന് ടെസ്റ്റ് കുറച്ച് കാര്യങ്ങളൊന്ന് പഠിച്ചതിന് ശേഷം നമുക്ക് ടെസ്റ്റ് പേപ്പർ എടുക്കാം. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മള് എടുക്കുന്ന ചാപ്റ്റർ 22 ആണ്. ഇതാണ് റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസ്. നമുക്കറിയാം റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്, കണ്ടിട്ടുണ്ട് അല്ലെ? ചിലരൊക്കെ അതിനകത്ത് കയറിയിട്ടുമുണ്ട് അല്ലെ? അവിടെ എന്താ ചെയ്യുന്നേ? റേഡിയോളജി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഡിസീസ്, നമ്മുടെ രോഗം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇമേജിംഗ് ടെക്നോളജി യൂസ് ചെയ്യുന്നു. അതായത് രോഗനിർണയത്തിന് വേണ്ടി ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന മെഡിസിന്റെ ഒരു ബ്രാഞ്ച് ആണ് ഈ റേഡിയോളജി എന്ന് പറയുന്നത്. രോഗനിർണയത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന മെഡിസിന്റെ ഒരു ബ്രാഞ്ച് ആണ് റേഡിയോളജി. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ that uses imaging technology. ഇവിടെ എന്താ? ഇമേജ് ആണ്, ഇമേജിംഗ് ടെക്നോളജി ആണ് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടി? ടു ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ് ഡിസീസ്. നമ്മുടെ ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാനും എന്നിട്ട് അതിന് ട്രീറ്റ്മെന്റ് എടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഇമേജിംഗ് ടെക്നോളജി ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊന്ന് പെട്ടെന്ന് വീണു, കൈ നമ്മൾ വേഗം തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറയും എന്താണ്? എക്സ്റേ എടുക്കാൻ പറയും നമ്മളോട് അല്ലെ? അപ്പൊ എക്സ്റേ എടുത്ത് എക്സ്റേയുടെ റിസൾട്ട് കിട്ടുമ്പോഴാണ് കൈക്ക് വല്ല പൊട്ടുണ്ടോ, അത് ഫ്രാക്ചർ ആണോ വന്നേക്കുന്നത്, എവിടെയാണ്, എത്രത്തോളം പൊട്ടുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്, ഇതൊക്കെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് എക്സ്റേയിലൂടെ കാണാൻ പറ്റും അല്ലെ? അപ്പൊ അത് നോക്കിയതിന് ശേഷമാണ്. അപ്പൊ അല്ലാതെ ഡോക്ടറിന് എത്ര ഇതായാലും നമുക്ക് പുറത്തു നിന്ന് നോക്കി അറിയാൻ പറ്റുമോ പൊട്ട് എത്രത്തോളം പൊട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ എവിടെയാന്ന് കൃത്യമായിട്ട് എങ്ങനെയാണ് എന്നൊന്നും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. നമ്മളപ്പോ എന്താ പറയാ, സർജറി കൂടാതെ, സർജറി ചെയ്തതോ നമ്മുടെ എന്താ പറയാ ഉള്ളില് തുറന്നു നോക്കാതെ നമുക്ക് ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഇന്റേണൽ ഓർഗൻസ് അത് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ ഡോക്ടർ അപ്പൊ തന്നെ എക്സ്റേ പറഞ്ഞ് എക്സ്റേ എടുത്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ആ ഇന്റേണൽ വ്യൂ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഇപ്പൊ നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് ആ ഷീറ്റ് തരുമായിരുന്നു. എക്സ്റേ ഒക്കെ എടുക്കുമ്പോൾ എക്സ്റേ ഷീറ്റ് തരുമായിരുന്നു, നമുക്ക് കാണാം. ഇപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്തതിനനുസരിച്ച് നമ്മൾ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഡോക്ടറിന്റെ സിസ്റ്റത്തിലേക്ക് അതിന്റെ ഇമേജ് വരും. നമ്മുടെ കയ്യിൽ അങ്ങനെ എക്സ്റേ ഷീറ്റ് ആയിട്ട് ഇപ്പൊന്നും അങ്ങനെ തന്നില്ല. അപ്പൊ നമ്മൾ അവിടെ ഡോക്ടറിനെ കാണാൻ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ഓൾറെഡി ഡോക്ടറിന്റെ സിസ്റ്റത്തിൽ നമ്മുടെ അതിന്റെ ഇമേജ് കാണാൻ പറ്റും, ആ എക്സ്റേ കാണാൻ പറ്റും. അതനുസരിച്ച് ഡോക്ടർ നമുക്ക് എന്താണ്, അല്ലെങ്കിൽ ഇപ്പൊ വയറുവേദനയായിട്ട് ചെല്ലുകയാണെങ്കിൽ എന്താണെന്നൊക്കെ ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്ത് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെ, തരുന്നു. അപ്പൊ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഡിസീസ് ഡയഗ്നോസ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആണ് ഈ റേഡിയോളജി. നമുക്ക് പുറമേ നിന്ന് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് അതിന്റെ ഒരു നല്ലൊരു വ്യൂ നമുക്ക് കിട്ടുന്നു. പിന്നെ സർജറി ഒന്നും ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ സർജറി ചെയ്ത് തുറന്നു നോക്കണം എവിടെയാണ് എന്താണ് പറ്റിയേക്കണേന്ന്. അതൊന്നും വേണ്ട. അതായത് നമുക്ക് ഇന്റേണൽ ഓർഗൻസ് ഒക്കെ നല്ലൊരു ക്ലിയർ വ്യൂ കിട്ടുകയാണ് ചെയ്യുന്നത് റേഡിയോളജിയിലൂടെ. ഇപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് ഹെഡിങ് കൊടുത്തേ,
Chapter 22, Radiology and Imaging Service. Radiology and Imaging Service. Radiology and Imaging Service. ഒരു സെന്റൻസ് അതിന്റെ താഴെ എഴുതിക്കോ. Radiology is a branch of medicine. Radiology is a branch of medicine. That uses. Radiology is a branch of medicine that uses imaging technology to diagnose and treat disease. Radiology is a branch of medicine that uses imaging technology to diagnose and treat disease. The medicine ഒരു ബ്രാഞ്ച് ആണ്. ഇവിടെ എന്ത് ചെയ്യുന്നത്? ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നു, അതനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇത് ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ക്ലിയർ ആയോ? അല്ലേ? ക്ലിയർ ആയില്ലേ? ഇനി ഇൻട്രൊഡക്ഷൻ നോക്കിയേ. ഓക്കെ, ഇനി ഇൻട്രൊഡക്ഷനിലേക്ക് നോക്കാം. Radiology department is an essential part of any hospital. ഒരു ഹോസ്പിറ്റലിലെ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു പാർട്ടാണ് ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ കാര്യം പറഞ്ഞല്ലോ, എന്നുവെച്ചാൽ നമ്മൾ നേരെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ വയറുവേദനയായിട്ട് ചെന്നു, ഡോക്ടർ നമ്മൾ അതിപ്പോ സ്കാനിങ് ചെയ്യേണ്ടതാണ്. സ്കാൻ ചെയ്തതിന് ശേഷമാണ് അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ തരുന്നത്. ആദ്യം എന്താണെന്ന് ഡിസീസ് എന്ന് ഡയഗ്നോസ് ചെയ്യണം. അല്ലാതെ നമ്മൾ ചെല്ലണ വഴി സർജറി ചെയ്ത് തുറന്ന് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതിപ്പോ നമ്മള് എക്സ്റേ ആണെങ്കിൽ എക്സ്റേ, അല്ലെങ്കിൽ സ്കാനിങ് ആണെങ്കിൽ സ്കാനിങ് പറഞ്ഞ് ഡോക്ടർ അത് കറക്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്തതിനു ശേഷമാണ് നമുക്ക് അതിന്റെ ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത് എന്താണെന്നുള്ളത് ഡിസീസ് ഡയഗ്നോസ് ചെയ്തതിനു ശേഷമാണ് ട്രീറ്റ്മെന്റ് തരുന്നത്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. Okay, radiology department is an essential part of any hospital. ഇനി നോക്കിയേ, radiology is regarded as a branch of medicine that deals with radiant energy. In the diagnosis. അവിടെ എന്താ റേഡിയന്റ് എനർജി? അത് വികിരണ ഊർജം, അത് ആ റേഡിയേഷൻ ആണ് കടത്തിവിടുന്നത്. റേഡിയന്റ് എനർജി ആണ് ഉപയോഗിക്കുന്നത്. With the radiant energy in the diagnosis and treat of disease by using എങ്ങനെയാണ് imaging technologies. Imaging technology ഉപയോഗിച്ചുകൊണ്ട് റേഡിയന്റ് നമ്മൾ റേഡിയേഷൻ എനർജി ഉപയോഗിച്ചിട്ട് ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നു. അതിനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ നൽകുന്ന ഒരു മെഡിസിന്റെ ഒരു ബ്രാഞ്ച് ആണ് റേഡിയോളജി എന്ന് പറയുന്നത്. Is regarded as a branch of medicine that deals with the radiant energy in the diagnosis and treatment of disease by using imaging technologies. Medical imaging. Okay, next sentence. Medical imaging. ഇനി മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറയുന്നത് എന്താണ്? Is the visualization of body parts. നമ്മുടെ ബോഡി പാർട്സുകൾ വിഷ്വലൈസ് ചെയ്യാണ്. അത് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രൂപ്പ് ഓഫ് സെൽസ് അല്ലെ? ടിഷ്യൂ അല്ലെങ്കിൽ നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് ഓർ യൂസ് ഇൻ മെഡിക്കൽ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസീസ് മോണിറ്ററിംഗ്. മെഡിക്കൽ ഡയഗ്നോസിസിന്റെ ഭാഗമായിട്ട് ട്രീറ്റ്മെന്റിന് വേണ്ടി ഡിസീസ് എന്താണെന്ന് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ബോഡി പാർട്സുകളോ ഓർഗൻസോ അല്ലെങ്കിൽ ടിഷ്യൂസ് ഒക്കെ സ്ക്രീൻ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ കാണുന്നില്ലേ നിങ്ങള്? കാണുന്നുണ്ടല്ലോ. ഇവിടെ ആരോ ഷെയർ ചെയ്ത സ്ക്രീൻ പോയിരുന്നു, മെസ്സേജ് ഇട്ടു. ഓക്കെ,
അപ്പോ ഇങ്ങനെ മെഡിക്കൽ ഡയഗ്നോസിസിന് വേണ്ടിയിട്ട്, ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്, ഡിസീസ് ഒക്കെ മോണിറ്റർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി പാർട്സുകൾ അല്ലെങ്കിൽ ടിഷ്യൂസ് അല്ലെങ്കിൽ ഇന്റേണൽ ഓർഗൻസ് ഇതൊക്കെ വിഷ്വലൈസ് ചെയ്യുന്നതിനെയാണ് ഈ മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറയുന്നത്. വിഷ്വലൈസേഷൻ ഓഫ് ബോഡി പാർട്സ്, ടിഷ്യൂസ് ഓർ ഓർഗൻ ഫോർ യൂസ് ഇൻ മെഡിക്കൽ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസീസ് മോണിറ്ററിംഗ്. ഇനി നോക്കിയേ, ഇപ്പൊ നമ്മൾ റേഡിയോളജിയില് സാധാരണയായിട്ട് 4 ടൈപ്പ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി ആണ് യൂസ് ചെയ്യുന്നത്. 4 ടൈപ്സ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി ആണ് സാധാരണ യൂസ് ചെയ്യുന്നത്. അതിൽ എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI സ്കാൻ. ഏതൊക്കെയായിരുന്നു? എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI സ്കാൻ. എക്സ്റേ നിങ്ങൾ മിക്കവരും നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുന്നവര് ചെയ്തിട്ടുണ്ടാവും അല്ലെ? എക്സ്റേ ചെയ്തിട്ടില്ലേ? എക്സ്റേ. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ബോൺസിന്റെ കാര്യത്തിലാണ്, എല്ലുകൾക്കൊക്കെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് എക്സ്റേ പറയുന്നത്. അവിടെ സ്കാനിങ് പറ്റൂല. എല്ലുകൾക്കൊക്കെ സംബന്ധിച്ച് അത് മിക്കവാറും എക്സ്റേ ഒക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് ആണ്, അസ്ഥിരോഗ വിഭാഗം, ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് ആണ് എക്സ്റേ ഒക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഗ്യാസ്ട്രോ ഡിപ്പാർട്ട്മെന്റും കൂടെ എല്ലാം വല്ല പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? പിന്നെ അതുപോലെ ചെസ്റ്റിന്റെ ഒക്കെ എക്സ്റേ എടുക്കാൻ പറയും. ന്യൂമോണിയ ഒക്കെ ഉണ്ടാവും, അവരുടെ ആരംഭം അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചെസ്റ്റിന്റെ എക്സ്റേ എടുക്കും. അങ്ങനെയൊക്കെ ചെയ്യാം. എങ്കിലും ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് ആണ് കൂടുതലായിട്ട് എക്സ്റേ പറയുന്നത്. ഇത് ബോൺസിന്റെ കാര്യത്തിലാണ് എക്സ്റേ പറയുന്നത് കേട്ടോ. എക്സ്റേ ഈസ് എ റാപ്പിഡ് പെയിൻ ഫ്രീ പ്രൊസീജിയർ. എക്സ്റേ പെട്ടെന്ന് തന്നെ കഴിയല്ലേ എക്സ്റേ എടുക്കുന്നത്? റാപ്പിഡ് ആണ്, വേഗത്തിൽ നടക്കുന്നതാണ്. പെയിൻ ഫ്രീ പ്രൊസീജിയർ. എക്സ്റേ എടുക്കുമ്പോൾ വല്ല വേദന എടുക്കോ? എക്സ്റേ എടുത്താൽ നമുക്ക് വല്ല വേദന എടുക്കോ? ഏത് പാർട്ടാണോ നമ്മൾ എക്സ്റേ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗം, ഇപ്പൊ കൈയുടെ എക്സ്റേ ആണ് നമുക്ക് എടുക്കേണ്ടത്. കൈ അവിടെ ഒരു സർഫസിൽ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ കൈയുടെ മുകളിൽ കൂടെ ഒരു ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്യും അല്ലെ? ഒരു ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്ത് പോകും. അപ്പൊ തന്നെ അതിന്റെ ഉള്ളിലുള്ള ബോൺസുകളൊക്കെ ക്ലിയർ ആയിട്ട് അത് ആ നമ്മുടെ സിസ്റ്റത്തില് അത് അവൈലബിൾ ആയിരിക്കും, കാണാം അല്ലെ? അതാണ്. അപ്പൊ റാപ്പിഡ് പെയിൻ ഫ്രീ പ്രൊസീജിയർ ആണ്. ദാറ്റ് ഈസ് ഡൺ ടു ക്രിയേറ്റ് ഇമേജസ് ഓഫ് ദ സ്ട്രക്ചർ വിത്തിൻ ദ ബോഡി, പെക്യുലിയർലി ദ ബോൺസ്. നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ള സ്ട്രക്ചേഴ്സ് ആണ് ഇമേജ് കാണാനാണ്, പ്രത്യേകിച്ച് എല്ലുകളുടെ കാര്യത്തില്. ബോൺസ് എന്ന് പറഞ്ഞാൽ എല്ലുകൾ. അപ്പൊ എല്ലുകളുടെ കാര്യത്തില് എല്ലുകളൊക്കെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എക്സ്റേ. ഇറ്റ് ഈസ് എ റാപ്പിഡ് പെയിൻ ഫ്രീ പ്രൊസീജിയർ. എക്സ്റേ ഒക്കെ ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അല്ലെ? അപ്പൊ എക്സ്റേയിൽ എന്ന് പറഞ്ഞാൽ ഒരു കോണിൽ നിന്നുള്ള ഒരു പിക്ചർ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഒരു ഡയമെൻഷനിൽ ഒരു കോണിൽ നിന്നുള്ള പിക്ചർ, ഒരു വ്യൂ മാത്രമേ എക്സ്റേയില് കിട്ടുള്ളൂ. അതിന്റെ സൈഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും കിട്ടില്ല. ഒരു കോണിൽ നിന്നുള്ള ഒരു പിക്ചർ ആണ് എക്സ്റേയിൽ കിട്ടുന്നത്. റാപ്പിഡ് പെയിൻ ഫ്രീ പ്രൊസീജിയർ. ഇതിന്റെ കാര്യത്തിൽ, ആ ബോൺസിന്റെ കാര്യത്തില് പെക്യുലിയർലി എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് എല്ലുകളുടെ കാര്യത്തില്, ഓക്കെ, പ്രത്യേകിച്ച് എല്ലുകളുടെ കാര്യത്തില് എക്സ്റേ ആണ് പറയുന്നത്. ഇനി രണ്ടാമത്തെയാണ് അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞ സ്കാനിങ്ങിൽ വരുന്നതാണ് അൾട്രാസൗണ്ട്. സൗണ്ട് സ്കാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ. കുട്ടികളുള്ളവര് അമ്മമാരൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ അൾട്രാസൗണ്ട് സ്കാന് അല്ലെ? അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞ എന്താ? ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഹൈ ഫ്രീക്വൻസിയിലുള്ള ശബ്ദ തരംഗങ്ങള്, സൗണ്ട് വേവ്സുകളാണ് ഈ ഇമേജ് സൃഷ്ടിക്കുന്നത്. ഇപ്പോ നമ്മൾ തല മുതൽ നമ്മുടെ കാല് വരെയുള്ള എല്ലാ ഭാഗത്തും നമുക്ക് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാൻ പറ്റും. അത് ഫ്രീക്വൻസി കൂടിയ സൗണ്ട് വേവ്സ്, ശബ്ദ തരംഗങ്ങള് ശരീരത്തിലൂടെ കടത്തി വിട്ടിട്ടാണ് ആ ഇമേജ് അവിടെ ഫോം ചെയ്യുന്നത്. അവിടെ വേറെ റേഡിയേഷൻസ് ഒന്നുമില്ല, റേഡിയേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ അതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മള് ഈ പ്രഗ്നന്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ എംബ്രിയോ ഫീറ്റസ് എന്നൊരു വേർഡുണ്ട്, അത് ഞാൻ വായിക്കുമ്പോ പറയാം. എംബ്രിയോ, കുട്ടിയുടെ ഓരോ ഘട്ടങ്ങളിലും നമ്മളിപ്പോ പ്രഗ്നന്റ് ആയെന്ന് അറിയുമ്പോ ഒരു സ്കാനിങ് പറയും. 2-3 മാസം ആകുമ്പോ പറയും, 5 മാസത്തിലുണ്ട്, 7 മാസത്തിലുണ്ട്, ലാസ്റ്റ് ഒക്കെ ആവുമ്പോഴത്തേക്കും സ്കാനിങ് ഒക്കെ പറയും. ഇതെല്ലാം അൾട്രാസൗണ്ട് സ്കാനാണ് ചെയ്യുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ വളരെ സേഫസ്റ്റ് ആണ്, ഏറ്റവും സേഫ് ആയിട്ടുള്ള ഇമേജിംഗ് ടെക്നോളജിയാണ് അൾട്രാസൗണ്ട് എന്ന് പറയുന്നത്.
അപ്പൊ ബോൺസിന്റെ കാര്യത്തിൽ അൾട്രാസൗണ്ട് സ്കാൻ പറ്റില്ല. എല്ലുകളുടെ ഇതൊന്നും നമുക്ക് സ്കാനിങ്ങിൽ പറ്റില്ല. അത് ഒരു റേഡിയേഷൻ ഉണ്ടാക്കുന്നില്ല. ഏറ്റവും സേഫ് ആയിട്ടുള്ള ഇമേജിംഗ് ടെക്നോളജിയാണ്. ഓക്കെ, അത് ചീപ്പുമാണ്. അതിനധികം എന്താ പറയാ, MRI ഒക്കെ വെച്ച് നോക്കുമ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ എന്ന് പറയുന്നത് ചീപ്പാണ്, റേറ്റ് കുറവാണ്. നോക്കിയേ, ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് മേക്ക് ദ ഇമേജസ് ഓഫ് ദ സോഫ്റ്റ് ടിഷ്യൂ ആൻഡ് ഇന്റേണൽ ഓർഗൻ. നമ്മൾ ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്സ്, ശബ്ദ തരംഗങ്ങളാണ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഇമേജ് ഫോം ചെയ്യുന്നത്. നോൺ ഇൻവാസീവ് പ്രൊസീജിയർ, നോൺ ഇൻവാസീവ് എന്ന് പറഞ്ഞാൽ ആക്രമണാത്മകമല്ലാത്ത എന്നാണ് നോൺ ഇൻവാസീവ്. അത് വേറെ പ്രശ്നമൊന്നുമില്ല, സേഫ് ആണെന്ന് നമ്മൾ പറഞ്ഞു, ഒരു റേഡിയേഷൻ ഒന്നും ഇല്ല അതിന്. പ്രൊസീജിയർ സേഫ് ടു ഒബ്സർവ് ഫീറ്റേഴ്സ്. ഫീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എംബ്രിയോ, ഭ്രൂണം നമ്മള് ഫീറ്റസ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അൾട്രാസൗണ്ട് സ്കാനാണ് പറയുന്നത്. അതെങ്ങനെ ചെയ്തത് എങ്ങനെയാണ് ട്രാൻസ്മുഡാസ് ഓവർ സ്കിൻ വിത്ത് കണ്ടക്റ്റിംഗ് ജെല്ല്. ഇപ്പൊ സ്കാനിങ് ചെയ്ത് നോക്കണവർക്ക് അറിയാൻ പറ്റും, നമ്മുടെ വയറിന്റെ അവിടെ ഒരു ജെല്ല് പോലത്തെ സാധനം പറ്റും. ജെല്ല് ഇങ്ങനെ പറ്റിയിട്ട് അതിൽ കൂടെ ഒരു സ്റ്റിക്ക് ഇങ്ങനെ ഓടിക്കും. ആ സ്റ്റിക്ക് ഇങ്ങനെ ഓടിക്കുന്നതിന്റെ അനുസരിച്ച് നമുക്ക് നേരെ അതിന്റെ വ്യൂ, ഉള്ളിലുള്ള കുട്ടിയുടെ ഒക്കെ വളരെ കൃത്യമായിട്ട് എംബ്രിയോ ഒക്കെ എടുക്കുന്നത്, അത് എംബ്രിയോന്റെ ഇത് ഒരുവിധം നമ്മുടെ ലാസ്റ്റ് സ്റ്റേജിലൊക്കെ ആകുമ്പോഴത്തേക്ക് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, 5 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ആ ഒരു ഭാഗങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഒരു ജെല്ല് പറ്റിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അതാണ് അൾട്രാസൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം, എക്സ്റേ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ബോൺസിന്റെ കാര്യത്തിലേക്കാണ് എക്സ്റേ പറയുന്നത്. ഇനി അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ഏറ്റവും ചീപ്പാണ്. മറ്റുള്ള ഇമേജിംഗ് ഇത് വെച്ചിട്ട് നോക്കുമ്പോൾ, സ്കാനിങ് ഒക്കെ നോക്കുമ്പോൾ അൾട്രാസൗണ്ട് ചീപ്പാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു റേഡിയേഷൻസ് ഒന്നും ഉണ്ടാകുന്നില്ല, വളരെ സേഫ് ആണ് ഫീറ്റസ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അവിടെ എക്സാമിന് ചോദിക്കാൻ നിങ്ങൾക്ക് ഒരു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇമേജിംഗ് ടെക്നോളജി ഈസ് യൂസ്ഡ് ടു ഒബ്സർവ് ഫീറ്റസ്. ഏത് ഇമേജിംഗ് ടെക്നോളജിയാ? ഏതാ? അൾട്രാസൗണ്ട്. ഓക്കെ, അൾട്രാസൗണ്ട്. ഇനി നെക്സ്റ്റ് ആണ് CT സ്കാൻ എന്ന് പറയുന്നത്. CT സ്കാൻ, അതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്താ? CT എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടേർഡ് ടോമോഗ്രഫി സ്കാൻ. നോട്ട് ചെയ്തോട്ടെ, അവിടെ ഉണ്ട് കമ്പ്യൂട്ടേർഡ് ടോമോഗ്രഫി സ്കാൻ, that is CT scan. CT scan, known in the name of as computed tomography scan, makes of computer processed blend of many X-ray measurements taken from, അവിടെ ഒന്ന് കറക്റ്റ് ചെയ്തേ, taken from X-ray measurements taken from different angles to generate cross-sectional image of specific area of a object, allowing the user to see inside the object without cutting. നമ്മൾ കട്ടിങ് ചെയ്യാതെ നമ്മുടെ ബോഡിയിലുള്ള ഭാഗം, ഇന്റേണൽ ഓർഗൻസുകളൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് CT സ്കാൻ ഉപയോഗിക്കുന്നത്. അത് കമ്പ്യൂട്ടർ ടോമോഗ്രാഫി സ്കാൻ എന്ന് പറയും. ഇത് CT സ്കാൻ എന്ന് പറഞ്ഞ എക്സ്റേയുടെ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് CT സ്കാനും. അപ്പൊ അതെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് ടൈം വളരെ കുറച്ച് സമയം എടുക്കുള്ളൂ. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇത് തല മുതൽ കാല് വരെയുള്ള ഏത് ഭാഗത്തിന് നമുക്ക് CT സ്കാൻ എടുക്കാൻ പറ്റും. പിന്നെ പെട്ടെന്ന് നമുക്ക് അതുപോലെ തന്നെ ഡിസീസ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ എക്സ്റേയിൽ നിന്നൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ്റേയിൽ നമ്മൾ പറഞ്ഞു ഒരു ഡയമെൻഷനിലുള്ള ഒരു കോണിൽ നിന്നുള്ള ഒരു പിക്ചർ മാത്രമേ കിട്ടുള്ളൂ. എന്നാൽ CT സ്കാനിലാകുമ്പോൾ ഡിഫറെന്റ് ആംഗിളിൽ നിന്നുള്ള, പല കോണുകളിൽ നിന്നുള്ള പിക്ചർ കിട്ടും. ഓക്കെ, CT സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയോ? കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ എക്സ്റേയുടെ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ്. എന്താ എക്സ്റേ ആയിട്ട് ഒരു വ്യത്യാസം? എക്സ്റേ എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയിൽ നിന്നുള്ള പിക്ചർ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. എന്നാൽ CT സ്കാനിൽ 360 ഡിഗ്രിയിലുള്ള പല കോണിൽ നിന്നുള്ള, വ്യത്യസ്ത കോണുകളിൽ നിന്നുള്ള ഒരു എക്സ്റേ ചിത്രം നമുക്ക് CT സ്കാനിൽ നിന്ന് നമുക്ക് കിട്ടും. ഓക്കെ, CT സ്കാൻ എന്ന് പറയുന്നത്.
ഇനി അടുത്ത നാലാമത്തെയാണ് MRI. MRI സ്കാൻ. MRIയുടെ എക്സ്പാൻഡഡ് ഫോം അറിയോ? മാഗ്നറ്റിക് റെസണൻസ് ഇമേജിംഗ്. ഇവിടെ തന്നെ ഒന്ന് എഴുതി വെച്ചാൽ കേട്ടോ. മാഗ്നറ്റിക് MAGNETIC മാഗ്നറ്റിക് റെസണൻസ് RESONANCE റെസണൻസ് മാഗ്നറ്റിക് റെസണൻസ് ഇമേജിംഗ് IMAGING മാഗ്നറ്റിക് റെസണൻസ് ഇമേജിംഗ് MAGNETIC മാഗ്നറ്റിക് റെസണൻസ് RESONANCE ഇമേജിംഗ് IMAGING മാഗ്നറ്റിക് റെസണൻസ് ഇമേജിംഗ് MRI. ഓക്കെ, MRI മാഗ്നറ്റിക് റെസണൻസ് ഇമേജിംഗ് MRI എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എങ്ങനെയാ MRI സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടോ ഇതിൽ MRI? ചെയ്തിട്ടുണ്ട്. ഒന്ന് രണ്ട് പേരുകള് നട്ടിട്ടുണ്ട്. സുമി, ജെസി ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. ഈ MRI സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണത്. എക്സ്പെൻസീവ് ആണ്. നമുക്ക് നടുവേദനയൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ബ്രെയിനിലൊക്കെ വല്ല സ്റ്റോക്ക് ഉണ്ടോ, പിന്നെ അതുപോലെ തന്നെ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് MRI സ്കാൻ. കുറച്ചും കൂടി ഡീപ്പായിട്ട് നമുക്ക് സ്കാനിങ് ഒക്കെ വേണ്ടി വരുന്ന ഒരു ഇതിലാണ് MRI സ്കാൻ പറയുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഓർത്തോകാര്യം എടുക്കുമ്പോൾ മുട്ടിന്റെ MRI ഒക്കെ അങ്ങനെ എടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയാ കൂടുതൽ സമയം എടുത്ത് ചെയ്യുന്നതാണ് ഈ MRI സ്കാൻ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഇത് എക്സ്പെൻസീവ് ആണ്. MRI ചെയ്യുമ്പോൾ നമ്മളൊരു ശരിക്കും ഒരു ട്യൂബിലൂടെ നമ്മളെങ്ങനെ കയറ്റി ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ കയറ്റി വിടും. എന്നിട്ട് ആണ് നമ്മുടെ ഇങ്ങനെ സ്കാൻ ചെയ്യുന്നത്. അപ്പൊ എന്താ പറയുക, നല്ല സൗണ്ട് കേൾക്കും. അത് MRI സ്കാൻ ചെയ്യുമ്പോൾ നല്ല സൗണ്ട് കേൾക്കും. അതൊക്കെയാണ് MRIയിൽ പറയുന്നത്. ഓക്കെ, സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് റേഡിയോ വേവ്സ് ആർ യൂസ്ഡ് ടു വ്യൂ ദ സ്ട്രക്ചർ ആൻഡ് ക്രിയേറ്റ് 3-dimensional ഇമേജ്. 3-dimensional ഇമേജ് കിട്ടും. സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് റേഡിയോ വേവ്സ് തന്നെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്കാൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ 3-dimensional ഇമേജ് ആ കിട്ടുന്നത്. ഷോ ബ്ലഡ് ക്ലോട്ട് ഡാമേജ്. ഇത് എന്തൊക്കെ കാണിക്കാനോ? ഞാൻ പറയില്ല, സ്ട്രോക്ക് ഉണ്ടോ, ബ്ലഡ് വല്ല ബ്ലഡ് ക്ലോട്ടിംഗ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി. ബ്ലഡ് ക്ലോട്ട് ഡാമേജ്. ടോൺ ലിഗ്മെന്റ്സ്. ടോൺ എന്ന് പറഞ്ഞ TOR പൊട്ടിയ. ലിഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സന്ധികള് ലിഗ്മെന്റ്സ്. സ്ട്രോങ് ഫ്ലെക്സിബിൾ fibrous connective tissue that attach to bone. അങ്ങനെ എഴുതിയാൽ മതി. അതൊന്ന് എഴുതി വെച്ചാൽ വേണമെങ്കിൽ. ലിഗ്മെന്റ്സ്, fibrous connective tissue, connective connective tissue that attaches bone to bone. ബോണുകളെ തമ്മിൽ, രണ്ട് ബോണുകളെ തമ്മിൽ അറ്റാച്ച് ചെയ്യുന്ന ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂനെയാണ് ലിഗ്മെന്റ്സ് എന്ന് പറയുന്നത്. സന്ധികള്. ഫൈബ്രസ് FIBROUS ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി നിങ്ങൾ കേട്ടോ. ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് അറ്റാച്ചസ് ബോൺ ടു ബോൺ. രണ്ട് ബോണുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ ആണ് സന്ധികള്. ലിഗ്മെന്റ്സ് എന്ന് പറയും, സന്ധികള്. ആൻഡ് ടെൻഡൻസ്. അടുത്തൊരു വേർഡാണ് ടെൻഡൻസ്. TENDONS. മലയാളത്തില് സ്നായുക്കൾ എന്ന് പറയും. സ്നായുക്കൾ. ഇത് മസിലും ബോണും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഫ്ലെക്സിബിൾ ടിഷ്യൂ ആണ്. അതും കൂടി ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. സ്ട്രോങ് ടെൻഡൻസ്. TENDONS. സ്നായുക്കൾ. സ്ട്രോങ് flexible tissue. Strong flexible tissue connect our muscles to bones.
കണക്ട് അവർ മസിൽസ് ടു ബോൺ. മസിലും ബോണും തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രോങ് ഫ്ലെക്സിബിൾ ടിഷ്യൂ ആണ് ടെൻഡൻസ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞു ലിഗ്മെന്റ്സ്, ബോണുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഇത് ലിഗ്മെന്റ്സ്, സന്ധികള്, ഇത് സ്നായുക്കള്, ടെൻഡൻസ്. അപ്പൊ പൊട്ടിപ്പോയ ലിഗ്മെന്റ്സുകളോ ടെൻഡൻസ് സ്നായുക്കളൊക്കെ നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് ആൻഡ് അതർ സോഫ്റ്റ് ടിഷ്യൂസ് അബ്നോർമാലിറ്റീസ്. നമ്മുടെ ടിഷ്യൂ പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് ടിഷ്യൂ എന്ന് പറയുന്നത്. സോഫ്റ്റ് ടിഷ്യൂസ് ഉണ്ടാകുന്ന അബ്നോർമാലിറ്റീസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് MRI സ്കാനിങ് സാധാരണ പറയുന്നത്. എക്സ്പെൻസീവ് ആണ്, നമുക്ക് പേടി തോന്നും. അത് ശരിക്കും ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. നമ്മൾ ഒരു ട്യൂബിലൂടെ ഇങ്ങനെ കയറ്റി വിടുന്നത് പോലെ നമുക്ക് തോന്നും. നമുക്ക് ഫുള്ള് നമുക്ക് MRI സ്കാനിങ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ റേഡിയോളജിയിൽ ഉപയോഗിക്കുന്നത് 4 types ഓഫ് ഇമേജിംഗ് ടെക്നോളജി: എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI സ്കാൻ. ഓക്കെ, MRI മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഒരു ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ടെസ്റ്റ് പേപ്പർ ഇടാം കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് റേഡിയോളജിക്കൽ വർക്ക്. ഈ റേഡിയോളജിക്കൽ വർക്കിനെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. റേഡിയോളജി ക്യാൻ ബി ക്ലാസിഫൈ ഇൻടു 3 ഡിഫറെന്റ് ഏരിയാസ്. ഏതൊക്കെയാ? ഫസ്റ്റ്, ഡയഗ്നോസ്റ്റിക് റേഡിയോളജി. പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം, ഡയഗ്നോസ് ചെയ്യുക, രോഗനിർണയം നടത്തുക, അതാണ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ഡയഗ്നോസിസ് റേഡിയോളജി. രണ്ടാമത്തെയാണ് ഇന്റർവെൻഷണൽ റേഡിയോളജി. മൂന്നാമത്തെ റേഡിയേഷൻ ഓങ്കോളജി. ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, ഇന്റർവെൻഷണൽ റേഡിയോളജി, റേഡിയേഷൻ ഓങ്കോളജി. ഇപ്പൊ റേഡിയോളജിക്കൽ വർക്കിനെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാ? ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, ഇന്റർവെൻഷണൽ റേഡിയോളജി, റേഡിയേഷൻ ഓങ്കോളജി. അതിന് ഫസ്റ്റ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി. ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറഞ്ഞാൽ എന്താ? ഡയഗ്നോസ് ചെയ്യുന്ന, രോഗനിർണയം നടത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ റേഡിയോളജിസ്റ്റ് എംപ്ലോയീസ് ഇമേജിംഗ് ടെക്നിക് ലൈക്ക് എക്സ്റേ, അൾട്രാസൗണ്ട്, CT scan and MRI scans to identify disorder throughout the body. ഇപ്പൊ ഡയഗ്നോസ്റ്റിക് റേഡിയോളജിയിൽ എന്താ ചെയ്യുന്നത്? റേഡിയോളജിസ്റ്റ് എംപ്ലോയീസ് ഈ ഇമേജിംഗ് ടെക്നിക് ഉപയോഗിച്ച്, ഏതെല്ലാം ഇമേജിംഗ് ടെക്നിക്കാണ് നമ്മൾ പറഞ്ഞത്? എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI സ്കാൻ മുതലായ ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മുടെ ബോഡിയിലുള്ള ഡിസീസ് അല്ലെങ്കിൽ ഡിസോർഡർ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. അതിനാണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറയുന്നത്. റേഡിയോളജിസ്റ്റ് എംപ്ലോയീസ് ഇമേജിംഗ് ടെക്നിക് like X-ray, ultrasound, CT scan and MRI scans to identify disorders. നമുക്ക് എന്താണ് ഡിസീസ് അല്ലെങ്കിൽ ഡിസോർഡർ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു ത്രൂ ഔട്ട് ദ ബോഡി. നമ്മുടെ ബോഡിയിലുള്ള എന്തെങ്കിലുമുള്ള രോഗങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെയുള്ളത് ഈ ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് റേഡിയോളജിസ്റ്റ് എംപ്ലോയീസ് ഐഡന്റിഫൈ ചെയ്യുന്നു. രണ്ടാമത്തെ ഇന്റർവെൻഷണൽ റേഡിയോളജി. ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഡിസീസ് ഡയഗ്നോസ് ചെയ്യുക മാത്രമല്ല, അതിന്റെ ഒപ്പം ട്രീറ്റ്മെന്റ് കൂടി പ്രൊവൈഡ് ചെയ്യും. ഇതാണ് ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറയുന്നത്. ഡിസീസ് ഡയഗ്നോസ് ചെയ്യുക മാത്രമല്ല, അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു? ട്രീറ്റ്മെന്റും കൊടുക്കുന്നു. അതാണ് ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറയുന്നത്. ഇന്റർവെൻഷണൽ റേഡിയോളജി. ഇനി മൂന്നാമത്തെയാണ് റേഡിയേഷൻ ഓങ്കോളജി. ഓങ്കോളജി എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ഓങ്കോളജി? ഓക്കെ, വെരി ഗുഡ്. സ്റ്റഡി ഓഫ് ക്യാൻസർ. ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ് ഈ ഓങ്കോളജി എന്ന് പറയുന്നത്. റേഡിയേഷൻ ഓങ്കോളജി. ക്യാൻസർ ഒക്കെ വന്ന അവർക്കൊക്കെ റേഡിയേഷൻ ചികിത്സകൾ ചെയ്യുന്നുണ്ട് അല്ലെ? റേഡിയേഷൻ ഉപയോഗിച്ച് ആ കോശങ്ങളെ നശിപ്പിച്ച് കളയുന്ന ഒരിത്. അതാണ് റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറയുന്നത്. ഡീറ്റെയിൽ നമുക്ക് പിന്നെ നോക്കാം. ഇത്രയും നമ്മൾ പറഞ്ഞുള്ളൂ. എന്താണ്? ഫസ്റ്റ് നമ്മുടെ റേഡിയോളജി എന്താന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്താണ്? ഇമേജിംഗ് ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ബോഡിയിലുള്ള ഇന്റേണൽ ഓർഗൻസുകൾ ഒക്കെ വിഷ്വലൈസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് റേഡിയോളജി. ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, റേഡിയോളജിയുടെ ഹെൽപ്പോട് കൂടിയാണ് ഡോക്ടർ എന്താണ് ഡിസീസ് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്നതും അതനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ നൽകുകയും
ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ഇപ്പൊ റേഡിയോളജിയിൽ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 4 ടൈപ്സ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി ആണ്. ഏതൊക്കെയാണ്? എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI സ്കാൻ. ഓക്കെ, എക്സ്റേ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു റാപ്പിഡ് പെയിൻ ഫ്രീ പ്രൊസീജിയർ ആണ്. ബോൺസിന്റെ കാര്യത്തിലാണ് എക്സ്റേ പറയുന്നത്. അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു റേഡിയേഷൻ ഒന്നും ഇല്ല, വളരെ സേഫ് ആണ്. ഫീറ്റസ് ഭ്രൂണം ഒബ്സർവ് ചെയ്യാൻ എത്രയോ പ്രാവശ്യം നമ്മൾ പ്രഗ്നന്റ് സ്റ്റേജിൽ നമ്മൾ സ്കാനിങ് നടത്തുന്നുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ വേറെ സ്കാനിങ് ഒക്കെ കുട്ടിക്ക് തന്നെ ദോഷം വരും അല്ലെ. ഇത് അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ സേഫ് ആണ്, ഓർത്താൽ മതി. എന്നുവെച്ചാൽ വേറെ ഒരു കുട്ടിക്ക് ഒരു കുഴപ്പവും ഇല്ല സ്കാനിങ് ചെയ്യുന്നതോടുകൂടി. അപ്പോ ഫീറ്റസ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അൾട്രാസൗണ്ട് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്ത് CT സ്കാൻ. CT എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ടോമോഗ്രാഫി സ്കാൻ. എക്സ്റേയുടെ അതേ പ്രിൻസിപ്പിൾ ആണ്. എക്സ്റേയിൽ ഒരു കോണിൽ നിന്നുള്ള പിക്ചറേ കിട്ടുന്നുള്ളൂ, എന്നാൽ CT സ്കാനിൽ 360 ഡിഗ്രിയിലുള്ള വ്യത്യസ്ത ആംഗിളുകളിൽ നിന്നുള്ള പിക്ചർ കിട്ടുന്നു. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് MRI ആണ്. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്, MRI സ്കാന്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ്, സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് റേഡിയോ വേവ്സ് ഉപയോഗിച്ചിട്ടാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. അവിടെ 3 ഡയമെൻഷണൽ ഇമേജ് കിട്ടുന്നു. വളരെ എക്സ്പെൻസീവ് ആണ്. നമുക്ക് എന്താ പറയാ, എല്ലാ ഫുള്ള് ബോഡി നമുക്ക് MRI സ്കാൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ഡാമേജുകള്, പൊട്ടിപ്പോയിട്ടുള്ള ലിഗ്മെന്റ്സുകള്, സന്ധികള്, സ്നായുക്കള്, ടെൻഡൻസ് ഇതൊക്കെ, അതുപോലെ എന്താ പറയാ അബ്നോർമാലിറ്റി ഉള്ള സോഫ്റ്റ് ടിഷ്യൂസ് ഒക്കെ ഒബ്സർവ് ചെയ്യാൻ MRI സ്കാൻ ഉപയോഗിക്കുന്നു. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് റേഡിയോളജിക്കൽ വർക്ക്. റേഡിയോളജിക്കൽ വർക്കിനെ ക്ലാസിഫൈഡ് ഇൻടു 3 ഡിഫറെന്റ് ഏരിയ. 3 ഏരിയ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെ എന്ന് വെച്ചാൽ റേഡിയേഷൻ ഓങ്കോളജി, ഡയഗ്നോസ്റ്റിക് റേഡിയോളജി ആണ്. ഡയഗ്നോസ്റ്റിക് റേഡിയോളജി ഡയഗ്നോസിസ് ചെയ്യുക. ഈ ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നു. അതാണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറയുന്നത്. അടുത്ത ഇന്റർവെൻഷണൽ റേഡിയോളജി എന്താ? ഡിസീസ് ഡയഗ്നോസ് ചെയ്യുക മാത്രമല്ല, അതിനുള്ള ഒരു ട്രീറ്റ്മെന്റ് കൂടി നൽകുന്നു. അതാണ് ആ ഒരു ഏരിയ ആണ് ഇന്റർവെൻഷണൽ റേഡിയോളജി. അടുത്തത് റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓങ്കോളജി എന്താ? സ്റ്റഡി ഓഫ് ക്യാൻസർ. ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റേഡിയേഷൻസ്, റേഡിയോളജി അതാണ്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ ക്യാൻസർ ഉണ്ടാക്കുന്ന കോശങ്ങൾ റേഡിയേഷൻസ് ഉപയോഗിച്ചിട്ട് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. റേഡിയേഷൻ ഓങ്കോളജി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ആ ടെസ്റ്റ് പേപ്പർ വേഗം എഴുതിക്കോ. എല്ലാരും പഠിച്ചിട്ടില്ലേ? ഒരു 10 ക്വസ്റ്റ്യൻ ആയിട്ടിട്ടുള്ളൂ കേട്ടോ. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നും ആരും എഴുതണ്ട. ക്വസ്റ്റ്യൻ എഴുതണ്ട, ആൻസർ മാത്രം 1, 2, 3 നമ്പർ ഇട്ട് ആൻസർ മാത്രം എഴുതാം. നിങ്ങളോട് തന്നെ ഒരു ആത്മാർത്ഥം. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. ഒബ്ജക്റ്റീവ് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എക്സാമിന് ഒബ്ജക്റ്റീവ് തന്നെയല്ലേ? ഒബ്ജക്റ്റീവ് ആണ്. ഓപ്ഷൻസ് ചിലതിനെ ഞാൻ തരുള്ളൂ. എന്നുവെച്ചാൽ നിങ്ങൾ എന്തിനാ കൺഫ്യൂഷൻ ആക്കണം? നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ ഓൾറെഡി അറിയാലോ, പിന്നെ ഓപ്ഷന്റെ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം, നിങ്ങൾ അതിന്റെ കറക്റ്റ് ആൻസർ എടുത്ത് എഴുതാം. നമ്പർ 1, 2, 3 നമ്പർ എഴുതുക. ഓക്കെ, ആൻസർ മാത്രം എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻ ആരും എഴുതണ്ട, ആൻസർ മാത്രം എഴുതാം. നമ്മൾ എത്രത്തോളം പഠിച്ചു എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് എക്സാം എഴുതാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. First one, antigen present in a group is dash. Antigen present in a group. Answer മാത്രം എഴുതാം കേട്ടോ. Antigen present in a group. Antigen ആണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. Antigen present in a group. Finish. Okay. ഇനി ഞാൻ പറയുമ്പോ ആരെങ്കിലും എഴുതിയില്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ആൻറ്റിജൻ പ്രസന്റ് ഇൻ എ ഗ്രൂപ്പ്. സിമ്പിൾ അല്ലേ? ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ? വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ? ഇതിന്റെ ഒന്നും ഓപ്ഷൻ വേണ്ട. നിങ്ങൾ എന്തിനാ വെറുതെ കൺഫ്യൂസ്ഡ് ആക്കുന്നേ? നിങ്ങൾക്ക് കറക്റ്റ് അറിയാലോ ആൻസർ. പിന്നെ നമ്മൾ ഓപ്ഷൻ തന്നത് നിങ്ങൾ തെറ്റിക്കുന്നില്ല. നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ അറിയാം. ആൻസർ മാത്രം എടുത്തെഴുതാം.
Which blood group is known as universal donor? Okay. Third question. Which blood cell helps in blood clotting? Which blood cell helps in blood clotting? ബ്ലഡ് സെല്ലുകൾ പഠിച്ചു. ഏത് ബ്ലഡ് സെല്ലാണ് ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്? വിച്ച് ബ്ലഡ് സെൽ ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ്? ഓക്കെ, ഫിനിഷ്. ഓക്കെ, fourth question. What is the scientific name of RBC? What is the scientific name of RBC? What is the scientific name of RBC? Okay. 4 question. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത്. 4 ക്വസ്റ്റ്യനും ഫിനിഷ് ആയില്ലേ എല്ലാവർക്കും? ഓക്കെ, 5ാമത്തെ ക്വസ്റ്റ്യൻ. Which of the following is not a function of plasma? Which of the following is not a function of plasma? Not a function of plasma. ശ്രദ്ധിച്ച് കേട്ടോ ക്വസ്റ്റ്യൻ. Which of the following is not a function of plasma? Options ഞാൻ വായിക്കാം. Option A, helps to maintain blood pressure. Helps to maintain blood pressure. Okay, helps to maintain blood pressure. Option B, provide proteins for blood clotting. Provide protein for blood clotting. Provide protein for blood clotting. Option C, transport oxygen to the tissues in the body. Transport oxygen to the tissues in the body. Transport oxygen to the tissues in the body. Balance the level of, option D, balance the level of sodium and potassium. Balance the level of sodium and potassium. നമ്മൾ 3 ഫംഗ്ഷനെ പഠിച്ചേക്കുന്നുണ്ട് പ്ലാസ്മയുടെ. എന്നിട്ട് പ്ലാസ്മയുടെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണെന്ന് എഴുതാം കേട്ടോ. നോട്ട് എ ഫംഗ്ഷൻ ആണ് കേട്ടോ. Which of the following is not a function of plasma? Helps to maintain blood pressure. Option B, provide protein for blood clotting. Option C, transport oxygen to the tissues in the body. Option D, balance the level of sodium and potassium. Okay. Next, 6ാമത്തെ question. Expand CSSD. Simple question. Expand CSSD. Expand CSSD. Okay, എല്ലാവർക്കും അറിയാം ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേട്ടെഴുതാം കേട്ടോ. After the tools are washed and dried, it is transferred to dash area. After the tools are washed and dried, it is transferred to dash area. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഫുള്ള് പഠിച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഫിനിഷ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8th ക്വസ്റ്റ്യൻ. Which sterilizer is, ഏതാണ് ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാനാണോ? After the tools are washed and dried,
It is transferred to dash area. After the tools are washed and dried, and it is transferred to dash area. Okay. Next question, 8th question. Which sterilizer is largely used in operation theatre for emergency purposes? Which sterilizer is largely used in operation theatre for emergency purposes? Which sterilizer is largely used in operation theatre for emergency purposes? Okay. Next question, 9th question. Which blood type is known as universal donor? 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 Okay. Okay. Last question, 10th question. Second question ഞാൻ ചോദിച്ചത് which blood group is known as universal donor എന്നായിരുന്നു. Which blood group is known as universal donor? ഇപ്പൊ ഞാൻ ചോദിച്ചത് 9th question, which blood type is known as universal donor? Okay. ഇനി 10th question, last question ആണ്. Which of the following distribution system does this statement belong to? Which of the following distribution system does this statement belong to? Okay, ഞാൻ സ്റ്റേറ്റ്മെന്റ് വായിക്കാം. അത് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് എഴുതാം. Articles needed are demanded by users on a daily or regular basis and gathered by them at a CSSD counter. Question ഇവിടെ ചോദിച്ചേക്കുന്നത് which of the following distribution system does this statement belong to? ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് ഐഡന്റിഫൈ ചെയ്യുക ആ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. Articles needed are demanded by users on a daily or regular basis and gathered by them at a CSSD counter. Okay. എല്ലാവർക്കും കഴിഞ്ഞില്ലേ? ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. Completed. Very good. Okay. Finish. ഇതിന് ഓപ്ഷൻ വേണോ? ഇതെന്തിനാ ഓപ്ഷൻ? 8th question ഒന്നുകൂടി പറയാണ്. 8th question ഏതായിരുന്നു? Which sterilizer is largely used in operation theatre for emergency purposes? Which sterilizer is largely used in operation theatre for emergency purposes? നിങ്ങൾക്ക് ആൻസർ അറിയാലോ, അതുകൊണ്ടാണ് ഞാൻ ഓപ്ഷൻ പറയാത്തത്. ETO, autoclave, flash sterilizer, none of the above. ലാസ്റ്റ് ക്വസ്റ്റ്യനില് ഓപ്ഷൻ വേണോ? പഠിച്ചിട്ടില്ലേ അപ്പൊ നിങ്ങള്? പിന്നെ ഓപ്ഷന്റെ ആവശ്യമുണ്ടോ? ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വേണ്ട എന്ന് പറയുന്നത്
നമ്മൾ ഏതൊക്കെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് അറിയാമോ? 4 ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പഠിച്ചു. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ള ഇതിലാണ് ഞാൻ ഓപ്ഷൻ തന്ന, കൂടുതൽ കൺഫ്യൂഷൻ ആക്കാതെ. അതായത് ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച് പഠിച്ചു, റിക്വസിഷൻ സിസ്റ്റം പഠിച്ചു, ഗ്രോസറി സിസ്റ്റം പഠിച്ചു, ക്വാട്ട സിസ്റ്റം പഠിച്ചു. ഇതിൽ ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണ് വരുന്നതെന്ന്. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റ് ഓക്കെ കംപ്ലീറ്റ് ആയില്ല എല്ലാവർക്കും? ആൻസർ വായിക്കട്ടെ. നിങ്ങൾ തന്നെ സെൽഫായിട്ട് നോക്കാം എത്രത്തോളം നമുക്ക് കിട്ടി, ഏതിനൊക്കെ ശരിയായി, എത്ര എണ്ണം ശരിയായി നോക്കാം ഔട്ട് ഓഫ് 10. ഓക്കെ, ആൻസർ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആൻസർ നിങ്ങൾ ചെക്ക് ചെയ്യുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ആന്റിജൻ എ ഗ്രൂപ്പിന്റെ ആന്റിജൻ ഏതായിരുന്നു എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ആന്റിജൻ എ. ഓക്കെ, ആന്റിജൻ എ. ആന്റിജൻ എ എന്ന് എഴുതിയവരൊക്കെ ടിക്ക് കിട്ടും കേട്ടോ. ആന്റിജൻ എ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ യൂണിവേഴ്സൽ ഡോണർ ഓ ഗ്രൂപ്പ്. ശരിയായിരുന്നു ടിക്ക് ഇടുക. ഓ ഗ്രൂപ്പ്. ഓ ഗ്രൂപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഹെൽപ് ടു ബ്ലഡ് ക്ലോട്ടിംഗ്. ഏതാണ്? പ്ലേറ്റ്ലെറ്റ്. പ്ലേറ്റ്ലെറ്റ്സ്, ബ്ലഡ് ക്ലോട്ട് ആവാൻ സഹായിക്കുന്ന ബ്ലഡ് സെല്ല്, പ്ലേറ്റ്ലെറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സയന്റിഫിക് നെയിം ആയിരുന്നു ചോദിച്ചത്. RBCയുടെ എറിത്രോസൈറ്റ്സ്. എറിത്രോസൈറ്റ്, ERYTHROCYTES, എറിത്രോസൈറ്റ്സ്. ഓക്കെ, എറിത്രോസൈറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് പ്ലാസ്മ. പ്ലാസ്മയുടെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് ട്രാൻസ്പോർട്ട് ഓക്സിജൻ ടു ദ ടിഷ്യൂസ് ഇൻ ദ ബോഡി. ഓപ്ഷൻ സി ആണ് ആൻസർ, ഫംഗ്ഷൻ അല്ലാത്തത്. ബാക്കി 3 പ്ലാസ്മയുടെ ഫംഗ്ഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയാം. ക്വസ്റ്റ്യൻ നമ്പർ 6 എക്സ്പാൻഡ് CSST ആയിരുന്നു. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, CSST, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ ആഫ്റ്റർ ദ ടൂൾസ് ആർ വാഷ്ഡ് ആൻഡ് ഡ്രൈഡ് ട്രാൻസ്ഫേർഡ് ടു. ടൂൾസ് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തിട്ട് നെക്സ്റ്റ് പോകുന്നത് ഏത് ഫംഗ്ഷണൽ ഏരിയയിലേക്കാ? പാക്കിംഗ് ഏരിയ. പാക്കിംഗ് ഏരിയ. പാക്കിംഗ് ഏരിയ. വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് ചോദിച്ചായിരുന്നു ഓപ്പറേഷൻ തിയേറ്ററിലെ എമർജൻസി പർപ്പസിന് വേണ്ടി ഉപയോഗിച്ച സ്റ്റെറിലൈസർ ഏതാന്ന്. ഇതായിരുന്നു ഫ്ലാഷ് സ്റ്റെറിലൈസർ. ഫ്ലാഷ് സ്റ്റെറിലൈസർ. ഫ്ലാഷ് എന്ന് പറയുമ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, പെട്ടെന്ന് എമർജൻസി ആയിട്ട്. ഫ്ലാഷ് സ്റ്റെറിലൈസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ബ്ലഡ് ടൈപ്പ്. ഏത് ബ്ലഡ് ടൈപ്പ് എന്നാ ചോദിച്ചേക്കുന്നത്. യൂണിവേഴ്സൽ ഡോണർ ഏതാ? ഓ നെഗറ്റീവ്. ഓക്കെ, വെരി ഗുഡ്. ഇവിടെ ആരാ ഓ AB പോസിറ്റീവ് ഒക്കെ ഇട്ട് വെച്ചേക്കുന്നത്? നോക്കിയേ, യൂണിവേഴ്സൽ ഡോണർ ഓ ഗ്രൂപ്പ് ആണെന്ന് അറിയാം. അപ്പൊ അതിൽ ഏത് ടൈപ്പ് ആന്ന് വെച്ചാൽ ഒന്നില് ഓ പോസിറ്റീവ് അല്ലെങ്കിൽ ഓ നെഗറ്റീവ് അല്ല വരുള്ളൂ. അതിൽ ഏത് ആൻസർ ഏതാ? ഓ നെഗറ്റീവ്. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് എഴുതുക കേട്ടോ. ഓ നെഗറ്റീവ്. ഇപ്പൊ തെറ്റിന്ന് വെച്ചാൽ സാരമില്ല, മെയിൻ എക്സാമിന് തെറ്റിക്കാതിരുന്നാണ്. ഇപ്പൊ തെറ്റിച്ചവരെ ഇനി ഒരിക്കലും തെറ്റിക്കൂല. അങ്ങനെയുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിലിപ്പോ നിങ്ങളുടെ വേറൊരു ബാച്ച് എക്സാം ഇത് ക്വസ്റ്റ്യന് ഞാൻ ഇട്ടായിരുന്നു. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടു. അതിൽ ഈ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ഇട്ടായിരുന്നു. അപ്പൊ അതിൽ 1-2 പേര് തെറ്റിച്ചു. തെറ്റിപ്പോയിരുന്നു. സാരില്ല, കുഴപ്പമില്ല. നമ്മളിപ്പോ തെറ്റിച്ച ആളുകൾ ഒരിക്കലും ഇനി എക്സാമിന് തെറ്റിക്കില്ല. അത് ഗ്രൂപ്പും ബ്ലഡ് ടൈപ്പും ഞാൻ ആ ക്ലാസ് എടുത്തപ്പോ തന്നെ ഞാൻ പറഞ്ഞതാണ് നിങ്ങളോട്. ബ്ലഡ് ഗ്രൂപ്പ് ചോദിക്കുമ്പോ നമ്മൾ ഗ്രൂപ്പ് തന്നെ എഴുതുക. ഓ ഗ്രൂപ്പ് എന്ന് എഴുതാം. ബ്ലഡ് ടൈപ്പ് യൂണിവേഴ്സൽ ഡോണർ ഏത് ബ്ലഡ് ടൈപ്പ് ആന്ന് നോക്കുമ്പോ ഓ നെഗറ്റീവ് എന്ന് എഴുതാം. ഓ നെഗറ്റീവ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലായിരുന്നു? ഏതിലാണ്? ആർട്ടിക്കിൾസ് നീഡഡ് ആ ഡിമാൻഡഡ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം ഏതാ? റിക്വസിഷൻ സിസ്റ്റം. റിക്വസ്റ്റ് അനുസരിച്ച് റിക്വസിഷൻ സിസ്റ്റം. ഓക്കെ, കംപ്ലീറ്റ് ആയില്ലേ? ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യട്ടെ കേട്ടോ. കഴിഞ്ഞില്ല എല്ലാവർക്കും? എങ്ങനെയുണ്ടായിരുന്നു എക്സാം? സിമ്പിൾ അല്ലേ? ഫുൾ മാർക്ക് കിട്ടിയുണ്ട്? ആർക്കെങ്കിലും കുറച്ച് പേരൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. 10 out of 9, 10, 10. ഓക്കെ, 8 സിമ്പിൾ. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി 5 താഴെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? 5 താഴേക്ക് ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ മാർക്ക്?
ഒട്ടും പഠിച്ചിട്ടില്ല എന്നാണ്. എല്ലാവർക്കും 5 മുകളിലില്ല? ഓക്കെ, വെരി ഗുഡ്. എല്ലാവർക്കും 5 കൂടുതലുണ്ട്. അപ്പൊ തെറ്റിച്ചോരും ആ തെറ്റിച്ച ക്വസ്റ്റ്യൻ ഒന്നോടെ ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. അതിനകത്ത് ആന്റിജന്റെ ആ ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ തെറ്റിയത് ഇതുപോലെ ആന്റിജന്റെ ആയിരുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ ആരോ തെറ്റിന്ന് ഇട്ടിട്ടുണ്ട്. ആന്റിജൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ആന്റിജൻസിന്റെ പ്രസൻസ് ആണ് നമ്മുടെ ഗ്രൂപ്പ് തിരിക്കുന്നതിന് അടിസ്ഥാനം. നമ്മൾക്ക് ഏത് ആന്റിജൻ ഉള്ളത് അവിടെ ആയിരിക്കും ആ സെയിം ആയിരിക്കും ഗ്രൂപ്പ്. ആന്റിജൻ എ പ്രസന്റ് ആണെങ്കിൽ എ ഗ്രൂപ്പ്, ആന്റിജൻ ബി പ്രസന്റ് ആണെങ്കിൽ ബി ഗ്രൂപ്പ്, അല്ലെങ്കിൽ എ ഗ്രൂപ്പ് ഉള്ളവർക്കൊക്കെ ആന്റിജൻ ഏതായിരിക്കും? എ ആയിരിക്കും. ബി ഗ്രൂപ്പ് ഉള്ളവർക്കൊക്കെ ആന്റിജൻ ബി ആയിരിക്കും. ഇനി ആന്റിബോഡി വരുമ്പോ അത് നേരെ ഓപ്പോസിറ്റ് വരും. ആന്റിജൻ എ ആണെങ്കിൽ തിരിച്ചു വരും, ആന്റിബോഡി ബി ആയിരിക്കും. അവർ രണ്ടുപേരും ഭയങ്കര ശത്രുക്കളാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ അവര് രണ്ടുപേരും അടുത്തടുത്ത് മാച്ച് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. ആന്റിജൻ എ ആണെങ്കിൽ ഓപ്പോസിറ്റ് വരും, ആന്റിബോഡി ബി ആയിരിക്കും. അത് സെയിം ആന്റിജനും സെയിം ആന്റിബോഡി വരില്ല. അഗ്ലൂട്ടിനേഷൻ എന്നുള്ളത് ആ പ്രോസസ്സ് വരും. അതുകൊണ്ട് സെയിം ആന്റിജന് സെയിം ആന്റിബോഡി ഒരിക്കലും പറയില്ല. ഓക്കെ, വരില്ല. ആന്റിജൻ എ ആണെങ്കിൽ നേരെ തിരിച്ചായിരിക്കും, ആന്റിബോഡി ബി ആയിരിക്കും. ക്ലിയർ അല്ലേ അത്? പിന്നെ ഏതാ ക്വസ്റ്റ്യൻ ഒക്കെ തെറ്റി? സയന്റിഫിക് നെയിം തെറ്റിച്ചു എന്ന് പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല. എന്നാലും ഒരുവിധമൊക്കെ പഠിച്ചില്ലേ? 2 ചാപ്റ്റർ നിങ്ങള് ഒരുവിധമൊക്കെ നോക്കിയായിരുന്നില്ലേ? യെസ്. ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ ഉണ്ടോന്ന് അറിയണ്ടേ? പഠിച്ചോ? പഠിച്ചു. അപ്പൊ ഒരു 2 ചാപ്റ്റർ വീതം ഓരോ ചെറിയ ഇങ്ങനെ ടെസ്റ്റ് പേപ്പറുകൾ ഇടാം. അപ്പൊ നിങ്ങൾ ക്ലാസ് മാത്രം കേട്ടിട്ട് എക്സാം എഴുതിയ ആളാ ഞാനൊരു വയ്യായികയായിട്ടിരിക്കുകയാണ്. ക്ലാസ് മാത്രം കേട്ടിട്ടാ ഞാന് 9 മാർക്ക് വാങ്ങിച്ചേ. ഓ, വെരി ഗുഡ്. ഓക്കെ, റംസി പഠിക്കുന്നുണ്ടോ? ഞാനൊന്നും പോക്കില്ല. പക്ഷെ എനിക്ക് ഡെയിലി അറ്റൻഡ് ചെയ്യുന്നവർക്ക് എന്തായാലും എക്സാം എളുപ്പമായിരിക്കും. നമ്മൾ അത്രത്തോളം നമ്മൾ പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും പഠിച്ച് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്ലാസ്, പിന്നെ എന്താ പറയാ, നമ്മൾ ക്ലാസ്സിൽ തന്നെ ഞാൻ അതാ പറയുന്നത്, മാക്സിമം 2-3 പ്രാവശ്യം പറയുമ്പോഴത്തേക്കും ഓൾറെഡി നിങ്ങൾ ഇവിടെ ഇരുന്ന് തന്നെ പഠിക്കും. എന്നുവെച്ചാൽ നമ്മൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനിരിക്കാൻ നേരമില്ല അല്ലെ. നമ്മൾ പിന്നെ പിള്ളേരെ പഠിപ്പിക്കാനൊക്കെ ഉള്ള സമയമാണ് നമുക്കുള്ളൂ. നമുക്ക് പഠിക്കണ കാര്യം നമുക്ക് സമയം കിട്ടുക. അപ്പൊ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ക്ലാസ്സിൽ തന്നെ കേട്ട് 2-3 പ്രാവശ്യമൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾ പഠിച്ചു വെക്കുക. അതേ അഞ്ചനെ പറഞ്ഞത് ക്ലാസ് മാത്രം കേട്ടിട്ടാണ് എനിക്ക് 10-9 മാർക്ക് കിട്ടിയത്. വെരി ഗുഡ്. അപ്പൊ അത്രത്തോളം ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാ ക്ലാസ്സും മിസ് ചെയ്യാതെയൊക്കെ പോവുക. എല്ലാ ക്ലാസ്സും നിങ്ങൾ ഫോളോ ചെയ്ത് പോണില്ലേ? എല്ലാം പഠിക്കുന്നില്ലേ? ഓക്കെ, എല്ലാവരും അങ്ങനെ പഠിക്കാം കേട്ടോ. ഇപ്പൊ നമുക്ക് 2 ചാപ്റ്റർ കഴിയുമ്പോ 2 ചാപ്റ്റർ വീതം നമുക്ക് ടെസ്റ്റ് പേപ്പർ ഇടാം. പിന്നെ നിങ്ങൾ അത് കുറെയൊക്കെ പഠിച്ചു നോക്കോളൂ. ഓക്കെ, ഇപ്പൊ നമ്മള് എന്താ നിങ്ങള് റേഡിയോളജി എന്താ? വാട്ട് ഈസ് റേഡിയോളജി എന്ന് എഴുതി ബിന്ദു? എന്താ എഴുതിയത് ഡെഫിനിഷൻ റേഡിയോളജിയുടെ? ഓക്കെ, മ്യൂട്ട് ചെയ്യും. ടീച്ചർ എക്സാമിനിട്ട ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് എഴുതിയെടുക്കാൻ ഒന്നുകൂടി പറഞ്ഞു തരുമോ? എക്സാമിനിട്ട ക്വസ്റ്റ്യൻസ് ആണ് അത് നിങ്ങൾ എഴുതിയെടുക്കണമെന്നില്ല. നമ്മളെല്ലാരും തന്നെ പഠിച്ച് അല്ലെങ്കിൽ എഴുതിയ മോക്ക് ടെസ്റ്റിലൊക്കെ ഇട്ടേക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ പഠിച്ചതൊക്കെ തന്നെയാണ്. ഇനി ഇത് വീണ്ടും വേണ്ടല്ലോ. അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ്സിലുണ്ടല്ലോ. അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ വേണമെന്നുണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ് നോക്കിയോ. ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ പഠിച്ച് നിങ്ങൾ പോന്നേക്കുന്ന ക്വസ്റ്റ്യൻ ഒക്കെ തന്നെയാണ്. അത് വേറെ അതിന് പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇട്ടിട്ടില്ല. പോരാ ബിന്ദുവിനോടുള്ള ഞാൻ ചോദിച്ചത് എന്താ റേഡിയോളജി? വാട്ട് ഈസ് റേഡിയോളജി? Radiology is a branch of medicine. Branch of medicine. Imaging technology to diagnosis and treat diseases. Okay, very good. Radiology is a branch of medicine and that uses imaging technology to diagnose
ആൻഡ് ട്രീറ്റ് ഡിസീസ്. നമുക്ക് ഈ നമ്മുടെ നോർമല് നമുക്ക് റേഡിയോളജി നമുക്ക് ഇമേജിംഗ് ടെക്നോളജി 4 ടൈപ്പാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അതില് ബോൺസിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ബോൺസിന്റെ കാര്യത്തിൽ ഏത് ഇമേജിംഗ് ടെക്നിക്കാ യൂസ് ചെയ്യുന്നത്? ബോൺസ് ആണെങ്കിൽ ഓക്കെ, ഫീറ്റസ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അൾട്രാസൗണ്ട്, അത് സേഫ് ആണ്. ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്സ് ഉപയോഗിച്ചിട്ടാണ് ഇമേജ് ചെയ്യുന്നത്. പിന്നെ അടുത്ത CT സ്കാൻ. എക്സ്പാൻഡഡ് ഫോം എന്താ? CT. what is CT? Computer tomography. Okay, computer tomography scan, CT scan. അത് എന്ന് വെച്ചാൽ എക്സ്റേയുടെ അകത്തെ ഇത് തന്നെയാണ്, പക്ഷെ ഡിഫറൻസ് എന്താ? എക്സ്റേയില് ഒരു കോണിൽ നിന്നുള്ള ആ പിക്ചർ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. CT സ്കാനിലാണെങ്കിൽ ഡിഫറെന്റ് ആംഗിളിൽ നിന്നുള്ള പിക്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ അടുത്തത് MRI പറഞ്ഞ്, MRIയുടെ എക്സ്പാൻഡഡ് ഫോം എന്താ? MRI, Magnetic resonance imaging. Okay, very good. Magnetic resonance imaging, MRI scan. ഇത് കുറച്ചുകൂടി കോസ്റ്റ് ആണ്. പിന്നെ അതുപോലെ നമ്മൾ എന്താ പറയാ, ഇത് ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ? MRI ചെയ്തവരിപ്പോ ആരെങ്കിലും ഉണ്ടോ അവിടെ? എനിക്ക് എന്താ പേടി തോന്നിയോ സുമി? MRI ചെയ്തപ്പോ പേടിയുണ്ടായിരുന്നു. പേടിയുണ്ടായിരുന്നോ? എന്തിനു വേണ്ടിയാ ചെയ്തത്? ഞാൻ മുമ്പൊരു ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് നമ്മുടെ ഈ ഫേസ് ഇങ്ങനെ കോടി പോകുന്നൊരു ഇത് വരല്ലോ, അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ചെയ്തായിരുന്നു. നമ്മള് മരിച്ചിട്ട് നമ്മളിങ്ങനെ കുഴിയിലൊക്കെ പോയി കിടക്കുന്ന ഒരു ഫീല് തോന്നും. ഭയങ്കര സൗണ്ടും ഒറ്റയ്ക്കുള്ള ആ ഒരു ഫീല്. സൗണ്ട് ഒക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ ആ ട്യൂബിൽ കൂടെ ഇങ്ങനെ പോകുമ്പോ നമുക്ക് അല്ലേ ഒരു ഉള്ളിലൊക്കെ വല്ലാത്തൊരു പേടി തോന്നും. അതെ അതെ, ഭയങ്കര സൗണ്ട് ഒക്കെ വരും. പല രീതിയിലുള്ള പല മോഡൽസ് ഉള്ള സൗണ്ട്സ് ഒക്കെ ഉണ്ടാവും. മോഡുലേഷൻ ഉണ്ടാവും അല്ലെ? സൗണ്ട് മോഡുലേഷൻ വരും. എത്ര ടൈം എടുത്തു? ഒരു 25 മിനിറ്റ് ഒക്കെ. 25 മിനിറ്റോളം എടുത്തല്ലേ? സൗണ്ട് ടൈമും കൂടുതൽ വേണം. മറ്റുള്ള സ്കാനുകൾ വേഗം നമുക്ക് ചെയ്യാൻ കഴിയും, പക്ഷെ MRI ചെയ്യാൻ കുറച്ചും കൂടി സമയം വേണം. അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആണ്, കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിരിക്കും. ഓക്കെ, അവര് സ്വിച്ച് തരും കയ്യില്, പേടിയുണ്ടെങ്കിൽ ഞെക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട്. എല്ലാവരും ഇങ്ങനെ നമ്മുടെ ഹാൻഡ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡ് ഇങ്ങനെ ജസ്റ്റ് പൊക്കാൻ പറയും. അവർക്ക് അവിടെ കാണാൻ കഴിയും. ഓക്കെ ഓക്കെ, എന്തെങ്കിലും നമുക്ക് ഉള്ളിൽ ഒരു പേടി ഉണ്ടാവുമല്ലോ, നമുക്ക് അങ്ങനെ ആ ഒരു ഫുള്ള് ക്ലോസ്ഡ് അല്ലേ, ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുമ്പോ നമുക്കൊരു ചെറിയ പേടിയൊക്കെ ഉണ്ടാവും. സോങ്സ് ഒക്കെ വെച്ച് തരും. എന്താ പാട്ട് വെച്ച് തന്നു എനിക്കൊക്കെ. അതെ, പാട്ട് വെച്ചായിരുന്നോ? കൊറേ ഈ ടെൻഷനും കാര്യങ്ങളൊക്കെ നമുക്ക് പാട്ട് കേൾക്കുമ്പോൾ മാറും അല്ലേ? ഓക്കെ, അപ്പൊ അത് MRI സ്കാന്. പിന്നെ നമ്മൾ റേഡിയോളജി വർക്കിനെ നമ്മൾ 3 ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞു. ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, ഇന്റർനാഷണൽ റേഡിയോളജി, റേഡിയേഷൻ ഓങ്കോളജി. ഡയഗ്നോസ്റ്റിക് റേഡിയോളജിയിൽ എന്താ? ഈ ഇമേജിംഗ് ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നു. ആ ഒരു ഏരിയ ആണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറയുന്നത്. ഇന്റർവെൻഷൻ റേഡിയോളജിയിൽ ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിനുള്ള ട്രീറ്റ്മെന്റും കൂടി കൊടുക്കുന്നു. ഇനി മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ ഓങ്കോളജി ആണ്. അത് ക്യാൻസറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ ക്യാൻസർ വരുന്നവർക്കൊക്കെ റേഡിയേഷൻസ് ഒക്കെ ചെയ്ത് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുമല്ലോ, അതിനാണ് റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറയുന്നത്. അതിന്റെ ഡീറ്റെയിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പൊ ഈ നെക്സ്റ്റ് 2 ദിവസം ഫ്രീ ആയല്ലേ? സാറ്റർഡേ സൺഡേ ക്ലാസ് ഇല്ല. സാറ്റർഡേ സൺഡേക്ക് ഇരുന്ന് പഠിക്കോ? പഠിക്കാറുണ്ടോ? കുറച്ചൊക്കെ ടൈം കിട്ടണേന്റെ അനുസരിച്ച് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, എക്സാം വരുമ്പോ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്ക് 2 ചാപ്റ്റർ ഒക്കെ കൂടുമ്പോ ഇങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു ടെസ്റ്റുകളൊക്കെ നടത്താം. ഓക്കെ അല്ല എല്ലാവരും? ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ? ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, Thank you, Miss. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.